അതിഭീകരമായ മാർക്കിനാണ് ഓണം എക്സാമിനുള്ള ഓരോ ചാപ്റ്റേഴ്സും ബോർഡ് എക്സാമിന് ചോദിക്കാം. സോ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പാറ്റേൺ. എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, 4 മാർക്കിന്റെ ഉണ്ടാകും, ആൻഡ് ദെൻ 6 മാർക്കിന്റെ. 3, 4, 6 ഈ കാണുന്ന മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ എക്സാമിന് ഉണ്ടാവുക. 3 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻ ഉണ്ടാകും, 4 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻ ഉണ്ടാകും, ആൻഡ് 6 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ. ടോട്ടലി നമ്മുടെ എക്സാം എന്ന് പറയുമ്പോൾ 3 × 8 24, 4 × 8 32, ആൻഡ് ദെൻ 6 × 4 24. ടോട്ടലി മക്കളെ 80 മാർക്ക്. ഇങ്ങനെയാണ് നമ്മളുടെ വെയിറ്റേജ് പോകുന്നത്. 20, 30, 50, 20, 70, ആൻഡ് ദെൻ 10, 80 മാർക്ക്. പക്ഷെ ഈ പറയുന്ന 80 മാർക്കിൽ നമ്മൾ എഴുതേണ്ടത് 60 മാർക്കിനാണ്. 60 മാർക്സ്. 60 മാർക്കിനാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. 3 മാർക്കിന്റെ നിങ്ങൾ എഴുതേണ്ട ചോദ്യത്തിന്റെ എണ്ണം 6, 4 മാർക്കിന്റെ എഴുതേണ്ട എണ്ണം 6, 6 മാർക്കിന്റെ എഴുതേണ്ടത് 3. അങ്ങനെ മൊത്തമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് 6 + 6 + 3 15 ക്വസ്റ്റ്യൻ, 20 ക്വസ്റ്റ്യൻ ഉണ്ടാകും പേപ്പറിനകത്ത്. അതിലെ 15 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതിയാകും. വേറെ ഒന്നും എഴുതണ്ട. ബാക്കി 5 ഒട്ടേക്ക് 5 ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാം, പ്രശ്നമല്ല. 16, 17, 18, 19, 20 5 ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാം. ഓക്കെ, വി ആർ ഹാപ്പി. മൂവിങ് ഓൺ. ചാപ്റ്റേഴ്സിന്റെ എണ്ണം പറയാം. മൊത്തമായിട്ട് മാത്സിലാണ് ഏറ്റവും അധികം ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഫിസിക്സിൽ 4 പാഠവും കെമിസ്ട്രിക്കകത്ത് 4 അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ മാത്സിൽ പഠിക്കാനുള്ളത് 5 പാഠമാണ്. ഒന്നാമത്തെ പാഠം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, രണ്ടാമത്തെ പാഠം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, മൂന്നാമത്തെ പാഠം മെട്രിസസ്, നാലാമത്തെ പാഠം ഡിറ്റർമിനൻസ്, അഞ്ചാമത്തെ പാഠം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇങ്ങനെ മൊത്തമായിട്ട് 5 ചാപ്റ്റേഴ്സ്. 5 ചാപ്റ്റേഴ്സിനെ നമ്മൾ എന്താണ് 80 മാർക്കിലേക്ക് മാറ്റാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യ പേപ്പറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെയിറ്റേജ് പറയാൻ വേണ്ടി പോകുന്നത്. ഇത്തരത്തിലാണ് നമുക്ക് ഓണം എക്സാമിന് നിങ്ങളുടെ വെയിറ്റേജ് ഉണ്ടാവുക. കാണൂ കാണൂ കാണൂ, ദിസ് ഇസ് യുവർ വെയിറ്റേജ്. 3 മാർക്ക്, 4 മാർക്ക്, 6 മാർക്ക്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നമുക്ക് 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, ആൻഡ് 6 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ. മൊത്തമായിട്ട് പറയുമ്പോൾ 6 + 4 10 + 6 16 മാർക്കിനാണ് റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഓണം എക്സാം ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നു, 16 മാർക്കിന് ഓണം എക്സാമിന്, മെയിൻ എക്സാമിന് 16 മാർക്ക് ഉണ്ടാകോ? മെയിൻ എക്സാമിന് ഇതിനേക്കാളും വെയിറ്റേജ് കൂടുതലായിരിക്കോ, ഇതിനേക്കാൾ കുറവായിരിക്കോ? കുറവാണെങ്കിൽ എത്ര മേൽ കുറയും? അതാണ് ചിന്തിക്കാം. പറയാം. രണ്ടാമത്തെ പാഠം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനും ആൻഡ് 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനും. സോ 6 + 8 14 മാർക്കാണ് ഇവിടെ ഉണ്ടാവുക. സോ ആലോചിക്കാം, ആദ്യ 2 പാഠം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 30 മാർക്ക് ലഭിക്കും. വിച്ച് മീൻസ് ഓണം എക്സാമിന് പാസ് ആവണമെങ്കിൽ ആദ്യ 2 പാഠം മതി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 2 പാഠം മാത്രം പഠിക്കാം, ബാക്കിയൊന്നും പഠിക്കണ്ട, പാസ്സായാ പോരെ. ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നെങ്കിൽ അവിടെ നമ്മുടെ വീഴ്ച ആരംഭിച്ചു. നമ്മൾ തോറ്റുവെന്ന് ആദ്യം പറയരുത്, ഒരിക്കലും പറയാൻ വേണ്ടി പാടില്ല. തോൽവി നമ്മുടെ നിഘണ്ടുവിൽ ഇല്ല. എക്കാലം നമ്മൾ എന്ത് ചെയ്യണം, വിജയിക്കാൻ വേണ്ടി ഓരോ പടിയും ചവിട്ടി 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 മുന്നോട്ട് പോകണം. ഗൈസ് മനസ്സിലാക്കണം, ഈ പറയുന്ന എക്സാം നമ്മൾ തകർത്തിരിക്കും. ഈ പറയുന്ന എക്സാം തകർത്തുകൊണ്ട് മെയിൻ എക്സാമിലേക്കുള്ള ചവിട്ടുപടി നമ്മൾ ഇപ്പോൾ തന്നെ വെച്ച് ആരംഭിക്കുന്നു. മെയിൻ എക്സാമിൽ നമ്മൾ ഫുൾ മാർക്ക് അടിച്ചിരിക്കും. ഫുൾ മാർക്ക് അടിക്കാൻ കപ്പാസിറ്റി ഉള്ള എല്ലാവരുമാണ് ഈ കാണുന്ന വീഡിയോ കാണുന്നത്. പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചവരാണ് എല്ലാവരും. നിങ്ങളാണ് ഈ കാണുന്ന വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് അടിക്കണമെങ്കിൽ നിങ്ങൾ ചരിത്ര മാത്രമാണ് ഓണം എക്സാമിന്റെ മുഴുവൻ പാഠവും ഇപ്പോൾ തന്നെ തീർക്കുക. മാത്സിനകത്ത് ഈ പറയുന്ന 5ാമത്തെ പാഠം അറിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഒരുപാട് പേർ ലീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന 5ാമത്തെ പാഠം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 6ഉം 7ഉം 8ഉം 9ഉം ഈ പറയുന്ന ബാക്കിയുള്ള 4 പാഠവും മിസ്സാവും. ഇപ്പോഴേ നിങ്ങൾ തോൽവി സമ്മതിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താണ് തോക്കുകയില്ല. ഓക്കെ, ഒരിക്കലും തോക്കുകയില്ല, നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. സോ ഗൈസ്, അടുത്ത പാഠത്തിലേക്ക് പോകുന്നു, മെട്രിക്സസ്. നമ്മൾ നേരെ മെട്രിക്സിലേക്ക് വരുമ്പോൾ മെട്രിക്സിനകത്ത് 3 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ. മൊത്തമായിട്ട് പറയുമ്പോൾ 3 + 8 11 + 6 17 മാർക്കാണ് ഓണം എക്സാമിന് ഉണ്ടാവുക. ആൻഡ് ഡിറ്റർമിനൻസ് പറയുമ്പോൾ ഗൈസ് 4 മാർക്കിന്റെ 1 3 മാർക്കിന്റെ 1 ആൻഡ് ദെൻ 6 മാർക്കിന്റെ 1. മൊത്തമായിട്ട് പറയുമ്പോൾ 4 + 3 7 7 + 6 13 മാർക്ക്. അഥവാ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഈ 2 പാഠം പഠിച്ചാലും നമ്മൾക്ക് എത്ര കിട്ടി മക്കളെ? നമ്മൾക്ക് ലഭിച്ചു അടുത്ത 30. അടിപൊളി. 30
30. കൊള്ളാം. എങ്കിൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ, എത്ര ഉണ്ടാവുക? ഇത് 6 മാർക്ക്, ഇവിടെ 8 മാർക്ക് ആൻഡ് ഒരു 6 മാർക്ക്, മൊത്തം 20 മാർക്ക്. അപ്പോൾ ഏത് ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്? നോ ഡൗട്ട് അത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. 20 മാർക്ക്. 20 മാർക്ക് നിങ്ങൾക്ക് ഈ ഒറ്റ പാഠത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ 30 മാർക്കും 20 അങ്ങനെയാണ് 80ലേക്ക് എത്തുന്നത്. ഇതാണ് ഓണപരീക്ഷയുടെ എക്സാം പാറ്റേൺ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഓണപരീക്ഷയിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓണപരീക്ഷയിൽ ഈ ചാപ്റ്ററിന് ഇത്രമേൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈസിയും മീഡിയവും ഡിഫിക്കൽട്ടും എല്ലാം ഇടാൻ സാധിക്കും. ഹോൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 20 മാർക്സ് ലഭിക്കും. അതിലുപരി പല ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ കണ്ടു ശീലിച്ചുകൊണ്ട് ബോർഡ് എക്സാമിലേക്കുള്ള യാത്ര നമുക്ക് ഇപ്പോഴേ വളരെ സിമ്പിൾ ആയിട്ട് ആരംഭിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞു. ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു, ഫുൾ മാർക്ക് അടിച്ചു, 8 8 കിട്ടി. ബോർഡ് എക്സാമിന് ഈ ഓരോ പാടും ഇത്ര മാർക്കിന് ഉണ്ടാവുകയില്ല. എത്ര മാർക്കിനുണ്ടാവും? ഈ പാഠം ഞാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ബോർഡ് എക്സാമിന് ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ബോർഡ് എക്സാമിന് എത്ര മാർക്ക് ലഭിക്കും? എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. മക്കളെ, ബോർഡ് എക്സാം വെയിറ്റേജ് എല്ലാവരും നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. ആൻഡ് ഹിയർ ലൈസ് 2026 ബോർഡ് എക്സാമിനേഷന്റെ വെയിറ്റേജ് ആണ് ഈ പറയുന്നത്. നമുക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, അഥവാ 6 മാർക്കാണ് നമുക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ലഭിക്കുക. എത്ര മാർക്കാണ്? 6 മാർക്ക്, 6 മാർക്സ്. മൂവിങ് ഓൺ, നമ്മൾ നേരെ പോകുന്നു അടുത്ത ചാപ്റ്ററിലേക്ക്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. സോ ഒബ്വിയസ്ലി 3 മാർക്സ് തന്നെയാണ് അവിടെ ഉണ്ടാവുക. 3 മാർക്സ്. അടുത്തേക്ക് പോകുന്നു. മെട്രിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. ശ്രദ്ധിക്കണം, ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യനെ ഉള്ളൂ എങ്കിലും അതിന്റെ ഡിറ്റർമിനന്റ്സിന്റെ സബ്പാർട്സിനകത്ത് മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻ കയറി വരാറുണ്ട്. മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ഡിറ്റർമിനന്റ്സിന്റെ സബ്പാർട്ടിലും ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ 2 ചാപ്റ്റേഴ്സ് ഒറ്റ ബ്ലോക്ക് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അപ്പോൾ ഈ 2 മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനന്റ്സ് ഒറ്റ ബ്ലോക്ക് ആയിട്ട് വേണം എല്ലാവരും ട്രീറ്റ് ചെയ്യാനായിട്ട്. 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. സോ 3 + 4 7, 7 + 6 13. മൊത്തമായിട്ട് ഈ 2 ചാപ്റ്റേഴ്സിന് വരാൻ വേണ്ടി പോകുന്നത് 13 മാർക്സിനാണ്. ആൻഡ് ഫൈനലി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 3 + 6 9 മാർക്ക്. ഇതാണ് മക്കളെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും കഴിഞ്ഞ 2026 ബോർഡ് എക്സാമിന്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ്. ഓണം എക്സാമിനുള്ള ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു. നോക്കുമ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ മക്കളെ 6 + 3 9 + 13 ഇറ്റ്സ് 22 + 9 ആൻഡ് ഗൈസ് ഇറ്റ്സ് 31. അതോ ബോർഡ് എക്സാമിന്റെ മാക്സിമം മാർക്ക് 60 ആണ്. 60-ലെ 30 മാർക്ക് 31 മാർക്ക് നമുക്ക് എന്താണ്? ഓണപരീക്ഷയുടെ പാഠങ്ങളാണ്. 31 മാർക്ക് മാക്സിമം ലഭിക്കാൻ വേണ്ടി പോകുന്ന 60 മാർക്ക്. അതിലെ 31 മാർക്ക് എന്താണ്? ഓണം എക്സാമിന്റെ ചാപ്റ്റേഴ്സ് എന്ന് വരുന്നതാണ്. അഥവാ 50% മേലെ. ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ എക്സാമിന് 50% മേലെ മാർക്ക് ഇപ്പോൾ തന്നെ നേടാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞു. മനസ്സിലാവേണ്ടത് 8-ലാണ്. കൗണ്ടിക്ക് അറിയാം. 8-ൽ ആലോചിക്കുകയാണെങ്കിൽ ഇത് 36% ഉണ്ടാവും. ആൻഡ് പക്ഷെ നമ്മൾ 6-ൽ ആലോചിക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കും. മെയിൻ എക്സാമിന്റെ പാറ്റേൺ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. 3 മാർക്കിന്റെ 2 3 4 5 മൊത്തമായിട്ടുള്ള 8 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് 3 മാർക്കിന്റെ വരുന്നത് ഫസ്റ്റ് ടേമിൽ നിന്നാണ്. ഫസ്റ്റ് ടേം മാക്സിമം എഴുതാൻ പറ്റുന്ന 6 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ 3 മാർക്കിന്റെ ബഹുഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞു. ഓക്കെ, 4 മാർക്കിന്റെ 1 വരുന്നുള്ളൂ. 6 മാർക്കിന്റെ 2 എണ്ണം വന്നു. മൊത്തമായിട്ട് 6 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. 4 ക്വസ്റ്റ്യൻ ഉണ്ടാകും. 3 എണ്ണം ആൻസർ ചെയ്യണം. ആ കാണുന്ന 3 എണ്ണത്തിലെ 2 എണ്ണം ഇവിടുന്ന 2 എണ്ണം. അപ്പൊ നിങ്ങൾ ഈ ടേം പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കേവലം ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം മതി നമുക്ക് ഫുൾ അടിക്കാനായിട്ട്. ഓക്കെ, സോ ഗൈസ് എല്ലാവരും പഠിക്കുക, ഗംഭീരമാക്കി മാറ്റാം. ഇതൊരു ആരംഭം മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫുൾ ലൈവ് ക്ലാസ്സുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മക്കളെ, എല്ലാവരും ലൈവ് ക്ലാസ് കണ്ടുകൊണ്ട് ഇന്നത്തെ കെമിക്കൽ കണ്ടീഷന്റെ ക്ലാസ് ഉണ്ട്. ആൻഡ് ദെൻ ഗംഭീരമാക്കി മാറ്റാം. ഓരോ ചാപ്റ്റേഴ്സും പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ഓരോ ചാപ്റ്റേഴ്സും ഫ്രം ദി സ്ക്രാച്ച് പഠിച്ചുകൊണ്ട് നമ്മൾ ഓണം എക്സാമിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. So guys, bye bye. Thank you and signing off Afnas, aka from Zain Learning. Thank you all. Thank you.